ഹായ് ഫ്രണ്ട്സ്, ബ്ലൂ വാട്ടർ ഫിഷ് ഹണ്ടർ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മളിപ്പോൾ ഇന്ന് കപ്പ കൊത്തിയിട്ട് കരിമീൻ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് കപ്പ വേവിച്ചിട്ട് ചൂണ്ടയിൽ കൊടുത്തിട്ട് കരിമീൻ പിടിക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റിയാണ്. കപ്പ ഇന്ന് വേവിക്കൊന്നും വേണ്ട, സാധാ കപ്പ പച്ചക്കപ്പ തന്നെ കൊത്തി ഓരോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കരയിൽ നിന്ന് ഏകദേശം ഒരു 1 മീറ്റർ 1.5 മീറ്റർ ദൂരത്തേക്ക് അത് നമ്മൾ വല വീശി കഴിഞ്ഞാൽ വല വിരിഞ്ഞ് വരാൻ നേരത്ത് നമ്മുടെ തീറ്റപ്പാട് ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ തീറ്റയിടുക. അടയാളമായിട്ട് ഓരോരോ എന്തെങ്കിലും കരകോ അല്ലെങ്കിൽ നമ്മുടെ ഓലക്കാലോ അങ്ങനെ എന്തെങ്കിലും കുത്തി അടയാളപ്പെടുത്തി വെക്കുക. നമ്മൾ ഏകദേശം ഒരു 4 വല 5 വലയോളം നമ്മളിന്ന് വീശുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് വീശുന്ന ഉടക്ക വീശ് വലയാണ്. സാധാരണ വല പോലെ വീശിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി തപ്പിയെടുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഈ വല നേരെ കൊണ്ട് വീശിയിടുക. അതിനുശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മീൻ ഉടക്കാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നല്ലൊരു സ്പോട്ടാണ്. ഇതിപ്പം വേമ്പനാട് കായൽ, ആലപ്പുഴ വേമ്പനാട് കായലാണ് പ്ലേസ്. അവിടെ സി ബ്ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ തീറ്റിയിടുന്നത്. വീശുമ്പോഴത്തേക്കും ഉള്ള ഒരേ ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ വെള്ളത്തിനടിയിൽ വല്ല ഉടക്കോ ചപ്പോ ചവറോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് വല്ല പിടുത്തമില്ല. അതാണ് ആകളുടെ ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ഈ വലയെന്ന് പറഞ്ഞാൽ വീശി കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ആ കറക്റ്റ് തീറ്റപ്പാട് മൂടത്തക്ക രീതിയിൽ നമ്മൾ വല വീശി ഓരോരോ വലയായിട്ട് നമ്മൾ വീശി ഇടുന്നുണ്ട്. വീശി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ കഞ്ഞാണൊരു ശകലം നീളം ഉണ്ടാവണം. കഞ്ഞാണ് അത്യാവശ്യം താഴത്ത് വല പതിഞ്ഞ് കിടക്കണം കേട്ടോ. വീശി കഴിയുമ്പോഴത്തേക്കും ആ ഒരു രീതിക്ക് വേണം നമ്മൾ വല വീശിയിടാനായിട്ട്. നമ്മളിത് അടുത്ത വലയും വീശുന്നുണ്ട്. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വല വീശാൻ നേരത്ത് ഈ വലയെല്ലാം അത്യാവശ്യം വലിയ വലകളാണ്. ഏകദേശം ഒരു 10 മുഴം 12 മുഴമൊക്കെ വലിപ്പമുള്ള വലകളാണ്. ഈ വല വീശാൻ നേരത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ സാധാരണ വല പോലെയല്ല, അത്യാവശ്യം മണിക്ക് നല്ല വെയിറ്റുള്ള വലയാണ്. അപ്പം നമുക്ക് കൈ അറവിൽ തീർത്ത് വേണം വീശാനായിട്ട്. ഇപ്പം നമുക്ക് വീശിയ ഒരു വല പോലും നമ്മൾ വിചാരിച്ച വൃത്തിയായിട്ട് വീരിഞ്ഞിട്ടില്ല. കാരണം അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ പോളയാണ്. നമുക്ക് വീഡിയോക്കകത്ത് തന്നെ കാണാൻ പറ്റും. പോള ഒതുക്കിയിട്ട് പോളയുടെ ഗ്യാപ്പ് നോക്കിയൊക്കെ ഇത്രയും വെയിറ്റുള്ള വലയൊക്കെ വീശാണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മുടെ ഈ ചെറിയ ചെറിയ മീനെ പിടിക്കാനുള്ള പറ്റ് വലയൊക്കെ വീശുന്ന പോലെ അത്ര നിസ്സാരമല്ല ഇത്രയും വെയിറ്റുള്ള വലകൾ വീശുക എന്നുള്ളത്. എന്തായാലും നമ്മൾ വീശിയിട്ട് വല പൊക്കുകയാണ് കേട്ടോ. എന്നാലും കരിമീൻ ഉണ്ടോ ഇല്ല നമുക്ക് നോക്കാം. ഒരു കരിമീനുണ്ട്. 1 2 കരിമീനുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. 1 2 3 4 കരിമീൻ ഒരു വലക്കകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ അടുത്ത വല പൊക്കുകയാണ്. എല്ലാ വലയ്ക്കൊന്നും ഇതുപോലെ 4-5 മീൻ കാണുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും നമുക്ക് അടുത്ത വല പൊക്ക് നോക്കാം. കാലി ആവരുത്, ഒരു വലയ്ക്ക് പോലും മീനില്ലാണ്ടിരിക്കരുത് എന്നൊരിത് മാത്രമേ ഉള്ളൂ. എല്ലാ വലയ്ക്കകത്ത് ഒരു മീനെങ്കിലും വെച്ച് കിട്ടിയാൽ സന്തോഷം. ഒരു മീൻ എന്തായാലും ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പമുള്ളൂ കേട്ടോ, ഭയങ്കര ഉടക്കാണ്. ഈ ഉടക്കുണ്ടെങ്കിൽ തന്നെ മീൻ കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വല വീശിയിടാൻ നേരത്ത് വല മണ്ണിൽ പതിയത്തില്ല. വല ഇങ്ങനെ പൊങ്ങിയിരിക്കാൻ നേരത്ത് അതിന് അടിഭാഗത്തായിട്ട് മീൻ വന്ന് തങ്ങി നിൽക്കും. അപ്പം നമുക്ക് വലയിൽ മീൻ ഉടക്കുന്ന സാധ്യത വളരെ കുറവായിരിക്കും. വല ഉടക്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും മീൻ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും ഒരു മീൻ ആ വലയ്ക്കകത്തുണ്ടായിരുന്നു. അടുത്ത വല നമുക്ക് പൊക്ക് നോക്കാം. എന്തായാലും കഞ്ഞാനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു അനക്കമുണ്ട് കേട്ടോ. എന്തായാലും അതായത് അതിൻ്റെ കയറിൽ, ഈ വലയുടെ തുമ്പത്ത് നമ്മൾ വലിക്കുന്ന കയറിൽ നമ്മൾ പിടിക്കുമ്പോഴത്തേക്കിനെ അറിയാൻ പറ്റും. ചെറിയ ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീനുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒരു മീനേ ഉള്ളെങ്കിലും ഈ പറഞ്ഞ ഒരു അനക്കം നമുക്ക് ഫീൽ ചെയ്യാം. ഒരുപാട് മീനുണ്ടെങ്കിലും ഈ സെയിം ആയിട്ടെന്ന് തോന്നും. ഒന്നും ഇല്ലെങ്കിൽ പിന്നെ വലിയ അനങ്ങത്തൊന്നുമില്ല, അതുപോലെ തന്നെ കിടന്നുള്ളൂ. എന്തായാലും നമുക്ക് വല വലിച്ച് നോക്കാം. എന്താണ് ഇതെല്ലായിടത്തെ അവസ്ഥ ഇത് തന്നെ. ചെറിയ ചെറിയ ഉടക്കുണ്ട് തന്നെ നമുക്ക് വലയിൽ കാണാം. മണിയൊക്കെ തരുന്നത് ഇവരെ മുകളിലായിട്ടാണ് കയറിയിരിക്കുന്നത് ഉടക്കിയിട്ട്. കാരണം ഉടക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ മൊത്തത്തിൽ കുരുങ്ങും. ഇതാണ്ട് ഉടക്ക വീശ് വലയാണിത്. ഈ വലയ്ക്ക് വേറൊരു ദോഷം കൂടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ സാധാരണ വലകളൊക്കെ വീശിയിടുമ്പോഴത്തേക്കും അത് എവിടെയെങ്കിലും ഉടക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി എടുക്കാം. കാരണം നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ കയ്യോ കാലോ ഒന്നും ആ വലയിൽ കുരുങ്ങില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഈ വല അങ്ങനെയല്ല. ഈ വല വെള്ളത്തിൽ ഇറങ്ങി നമ്മൾ എടുക്കാൻ നോക്കുന്നത് വളരെ അപകടമാണ്. കാരണം ഇത് നമ്മൾ മുങ്ങിച്ചെല്ലുമ്പോൾ ഈ വലയിൽ നമ്മൾ ഉടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇതുപോലത്തെ വലയൊക്കെ വീശുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ വെള്ളത്തിൽ പരിചയമുള്ള ആരെങ്കിലും അടിപൊളിയായിട്ട് സൈസ് കരിമീനെ 2 കരിമീൻ കിട്ടി കേട്ടോ. നല്ല സൈസ് ഒരു കരിമീൻ, അടിപൊളി. ഇതിന് വേറൊരു ചെറിയ കരിമീനും കൊണ്ട് നല്ലത്. ഇനിയിപ്പോൾ അടുത്ത വല പൊക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു 6 വലകളുണ്ട് കേട്ടോ. പക്ഷേ 1-2 വലയ്ക്കകത്ത് നിറയെ ചപ്പും ചവറും കയറി അങ്ങ് മൂടിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോക്കകത്ത് ആ ഒരു 1-2 വല കാണിക്കാതിരുന്നത്. ചവറെന്ന് പറഞ്ഞാൽ ഈ കടകളുണ്ടല്ലോ, വലിയ പുല്ലും കൂട്ടങ്ങൾ, അതിങ്ങനെ ചില സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞിട്ട് താഴത്തിങ്ങനെ കിടക്കും. അപ്പോൾ അത് വന്ന് വലയ്ക്കകത്ത് വീണാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാകും. അതെ അടുത്ത കരിമീൻ കേട്ടോ. എല്ലാം നല്ല അത്യാവശ്യം നല്ല മുഴുത്ത കരിമീനാണ് കിട്ടുന്നത്.
നമുക്ക് വേറെ പ്ലേസ് ഉണ്ട് വീശാനുണ്ട്, പക്ഷെ അത് വള്ളത്തിൻ്റെ ഒരു അസൗകര്യം കൊണ്ടാണ് അവിടെ പോയി വീശാൻ പറ്റായിരുന്നത്. ഇതിപ്പോൾ കരയ്ക്കുന്ന വീശുന്നവരല്ല, കായലിൻ്റെ നടുഭാഗത്തൊക്കെ വീശിക്കഴിഞ്ഞാൽ നല്ല സൈസ് കരിമീൻ തന്നെ വല നിറയെ കിട്ടും. കാരണം എന്താണെന്നറിയാം, അവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉടക്കോ കാര്യങ്ങളോ ഒന്നും കാണത്തുമില്ല, ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടുണ്ട് വരത്തുമില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്ന കൂട്ടുകാരന്മാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.